മലയാളികൾ എല്ലാവരും ഇപ്പോൾ രേണു സുധിയുടെ വാർത്തയ്ക്ക് പിന്നാലെ നിൽക്കുകയാണ്. രേണുവിന്റെ ആരോഗ്യ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും എത്തുന്നത്. രേണുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടെത്തുന്ന പലരും ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. സുധിലയവുമായി ബന്ധപ്പെട്ട്, അതായത് സുധിക്ക് വേണ്ടിയും സുധിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയും എല്ലാവരും കൂടി വച്ചുകൊടുത്ത വീടുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും രേണുവിനെ കുറിച്ചും അതുപോലെ പല പ്രശ്നങ്ങളും സംസാരിച്ചിരുന്ന ഒരു ബിഷപ്പ് ഇപ്പോഴിതാ രേണുവിന്റെ അരികിലെത്തി രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല അവിടെയുള്ള എല്ലാവരോടും രേണുവിനോട് നന്നായി പെരുമാറാനും ശാന്തതയോടെ പെരുമാറാനും പറയുകയായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്ത കാണുകയും ചെയ്യുന്നത്. ബിഷപ്പ് പോലും, അതായത് രേണുവുമായി ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ബിഷപ്പ് പോലും ഇപ്പോഴിതാ നോക്കുമ്പോൾ രേണുവിനെ പിന്തുണയ്ക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലെ വീഡിയോ ആണ് പങ്കുവെക്കുന്നത്. അതിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം നന്നായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. എല്ലാവരും രേണുവിന്റെ പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബിഷപ്പ് എത്തി മകൻ റിതപ്പനെ കയ്യിലെടുത്ത് വെച്ചാണ് കൊഞ്ചിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. നിങ്ങൾ രേണുവിനെ കുറ്റം പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുഞ്ഞിന്റെ മുഖം കൂടി ആലോചിക്കുക. രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ രേണുവിനുള്ള അപകടം സംഭവിച്ചാൽ ഈ കുഞ്ഞിന്റെ ഗതി എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനെ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ അവന്റെ അമ്മയില്ല എന്നുള്ളൊരു വിഷമം അവന് താങ്ങാനാകില്ല. അവൻ ഈ ഭൂമിയിൽ അവന്റെ അമ്മ മാത്രമാണ് ഇപ്പോഴുള്ളത്. ആർക്കും അതിന് പകരമാകാനുമാകില്ല. അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ രേണുവിനെതിരെ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി പറയാതിരിക്കൂ. അങ്ങനെ ചെയ്യരുത്. ഒരു മനുഷ്യജീവനാണ്. ആ ജീവൻ അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കി പെരുമാറൂ. ഇത്തരത്തിൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുകയും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ആരാധകർ തന്നെ വളരെയധികം നന്നായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ രേണുവിന് വേണ്ടി ഓരോ വീഡിയോയും വൈറലാക്കാൻ ശ്രമിക്കുന്നു. രേണുവിന്റെ ചികിത്സയ്ക്ക് സഹായിക്കുന്ന രീതിയാണതെന്ന് രേണു ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രേണു പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകർ ഇപ്പോൾ രേണുവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ബിഷപ്പ് വരെ ഇപ്പോൾ ഈ ഒരു വിഷമാവസ്ഥയിൽ രേണുവിനോടൊപ്പം നിൽക്കുന്നു. അതാണ് മനുഷ്യ സഹജമായ സഹായമായി എല്ലാവരും ചെയ്യാറുള്ളത്. അതാണ് നമ്മളും ചെയ്യേണ്ടത്. അത് മാത്രമേ നമുക്കൊരു വിഷയത്തിൽ ചെയ്യാൻ സാധിക്കൂ എന്നത് തന്നെയാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.